السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم رحم الله رجلا قام من الليل فصلى وأيقظ امرأته فإن أبت نضح في وجهها الماء. رحم الله امرأة قامت من الليل فصلت وأيقظت زوجها فإن أبى نضحت في وجهه الماء. റവാഹു അബൂ ദാവൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിവാഹിതരായ അന്ന് മുതൽ മരണം വരെയും നാളെ പരലോകത്തും അനുഗ്രഹീതമായൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകൾ. അത് സ്വന്തം ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും നിക്കാഹിനൊക്കെ വളരെ പ്രശസ്തരും പ്രഗത്ഭരും ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിക്കാഹിന് ഖുതുബ പറയാൻ വേണ്ടി നിക്കാഹിനൊക്കെ ക്ഷണിക്കാറുള്ളത്. അത് ആ വിവാഹ സമയത്ത് അല്ലെങ്കിൽ നിക്കാഹിൻ്റെ സമയത്ത് എല്ലാവരും ബാറക്കല്ലാഹു ലക്കും അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക്കും എന്ന് പറയുന്ന ആ ഒരു ബാറക്കയോടുകൂടി അവസാനിക്കും. പിന്നെ ജീവിതത്തിൽ ഒരാൾ പോലും അവർക്ക് വേണ്ടി ബാറക്ക ചൊല്ലൂല. ഇനി ബാറക്ക ചൊല്ലപ്പോഴെന്നറിയും, കുടുംബജീവിതം കോഞ്ഞാട്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഏച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ മുഴച്ചു നിൽക്കും. അപ്പോൾ പിന്നെ കാര്യമുള്ള പ്രായമുള്ള തറവാട്ടിലെ മുതിർന്ന ആൾക്കാർ, മക്കളെ ഇനി തല്ലുംപിടി ഉണ്ടാക്കണ്ട കേട്ടോ, തട്ടിമുട്ടിയിട്ടും നാട്ടുകാരെ കേൾപ്പിക്കണ്ട, പടച്ചവൻ്റെ വർക്കത്തോട് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയും. എന്നല്ലാതെ ജീവിതത്തിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്തിനുള്ള റഹ്മത്തിനുള്ള തേട്ടം അത് ദമ്പതിമാർക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹിച്ച ആശീർവദിച്ച ദമ്പതിമാരുണ്ട് ലോകത്ത്. അതാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തുടക്കം തന്നെ റഹിമല്ലാഹു റജുലൻ, ഒരാളെ, ഒരു പുരുഷനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടി തേടിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത്. ഖാമ മിനൽ ലൈലി, അയാൾ രാത്രി എഴുന്നേൽക്കുന്നു. ഫസല്ല, എന്നിട്ട് രാത്രി നിസ്കാരം നിർവഹിക്കുന്നു. വഅയ്ഖദ ഇംറഅതഹു, അതോടുകൂടി തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. ഫഇൻ അബത്, ഇനി അവൾ ഉറങ്ങാൻ അല്ലെങ്കിൽ ക്ഷീണമുള്ളത് കൊണ്ട് നിസ്കരിക്കാൻ വിസമ്മതിച്ചു, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കുറച്ച് മിനിറ്റ് ആവാം എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ധാരണയിലുണ്ടാവും, ആ ഉറങ്ങൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ എന്ത് ചെയ്യുന്നോട് വിളിച്ചു നോക്കും, എന്നാലും വിസമ്മതിക്കും. അങ്ങനെ ഉള്ളൊരു ഘട്ടത്തിൽ നളഹ ഫി വജിഹിഹ അൽമാ, അവളുടെ മുഖത്ത് ഒരല്പം വെള്ളം തെളിച്ചു, അവളെ എഴുന്നേൽപ്പിച്ചു, ഉണർത്തി, നിസ്കരിപ്പിച്ചു. അങ്ങനത്തെ ഒരു ഭർത്താവിന് അള്ളാഹുവിൻ്റെ റഹ്മുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. റഹിമല്ലാഹു ഇംറഅത്തൻ, അതുപോലെ തിരിച്ചും ഒരു സ്ത്രീക്കും അള്ളാഹുവിൻ്റെ റഹ്മുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത്, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവളാണ് അവൾ. വഅയ്ഖദത് സൗജഹ, അതോടൊപ്പം തന്നെ അവളുടെ ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്തു. ഫഇൻ അബ, പക്ഷെ അയാൾ നേരത്തെ പറഞ്ഞതുപോലെ വല്ല യാത്രാക്ഷീണോ അല്ലെങ്കിൽ ജോലി പ്രയാസമോ ബുദ്ധിമുട്ടോ കാരണമായിട്ട് ഞാനിപ്പോൾ അല്ല കുറച്ച് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് വിസമ്മതിക്കുകയാണെങ്കിൽ നളഹത്ത് ഫി വജിഹി അൽമാ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം പൊടഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന ഭാര്യയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചുറ്റുപാടിലൊക്കെ അന്വേഷിക്കട്ടെ, ഭാര്യയുടെ മുഖത്ത് വെള്ളം കുറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ കണ്ടറിയേണ്ടി വരും. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അനുഗ്രഹീതമായ ദമ്പതികൾ ഇതാണ് എന്നുള്ളതാണ്. ബർക്കത്തുണ്ടാകാൻ ചോറ്, ബിരിയാണി, മന്തിയൊക്കെ വെച്ചുണ്ടാക്കി തിന്നിട്ടും ബർക്കത്തുണ്ടാവില്ല. ബർക്കത്തുണ്ടാകാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും നിരവധി പരാമർശങ്ങളും പ്രോത്സാഹനങ്ങളും കാണാൻ പറ്റും. അതിന് വിഘാതമായി തീരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനെയോ ഭാര്യയെയോ ഒന്ന് വിളിച്ചുണർത്തിയാൽ അവർ അനുഗ്രഹീതനാണ്. ഇഹലോകത്തല്ല
അല്ലെ? നമ്മൾ പറയാറില്ലേ, കഴുത്ത് കുടുങ്ങി ഇനിയിപ്പോൾ ഇതെങ്ങനെ വലിക്കുക തന്നെ ഏതുവരെ? മരണം വരെ. അല്ല കേട്ടോ, നാളെ പരലോകത്തുണ്ടാവും ഈ മുള്ളും കെട്ടും വേലിക്കെട്ടും പടർപ്പൊക്കെ. അപ്പോൾ അവിടെയൊക്കെ തടസ്സങ്ങൾ മാറ്റിയിട്ട് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് ഒരു നിമിത്തമായി തീരണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബാദത്തും അമലും കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച് ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഇബാദത്ത് മുഖരിതമാകുന്ന അന്തരീക്ഷമായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായ വീഴ്ചകളും അബദ്ധങ്ങളും അനർത്ഥവും തെറ്റും കുറ്റവും ഒക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നു ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള നമ്മുടെ രോഗികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ പ്രാഥമികമായ കാര്യങ്ങളും മറ്റിതര കാര്യങ്ങളും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ എല്ലാവർക്കും നിലനിർത്തുന്ന തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീകളായി ജീവിക്കാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാറി നിന്ന് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടി ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് പുഞ്ചിരിയോട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മൗലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.